പ്രിയപ്പെട്ടവരെ, നല്ല നമസ്കാരം. ഇന്ന് ജൂലൈ 28 ചൊവ്വാഴ്ച. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന കാലത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ സാങ്കേതിക രംഗങ്ങൾ വളരുന്നതും മാറുന്നതും അനുസരിച്ച് നമ്മുടെ ചിന്തകൾ മാറുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാം. ഉടുപ്പ് കത്താതെ നെഞ്ചിൽ തീയുമായി നടക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അല്ലെങ്കിൽ കാല് പൊള്ളാതെ കനലിന് മീതെ നടക്കാൻ കഴിയുമോ? കഴിയില്ല. അതുപോലെ അയൽക്കാരൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷയേൽക്കാതിരിക്കുകയില്ല. വിശപ്പടക്കാൻ ഒരുവൻ മോഷ്ടിച്ചാൽ ആളുകൾ അവനെ വെറുക്കുകയില്ലായിരിക്കാം. എങ്കിലും പിടിക്കപ്പെട്ടാൽ അവൻ 7 മടങ്ങ് പകരം കൊടുക്കേണ്ടി വരും. വീട്ടുമുതലെല്ലാം വിട്ടുകൊടുക്കേണ്ടിയും വരും. വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല. നമ്മുടെ കാലം മാറുന്നതനുസരിച്ചുള്ള മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല, അവൻ അവനെ തന്നെ നശിപ്പിക്കുകയാണ്. ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക. അവൻ്റെ അപമാനം ഒരിക്കലും തുടച്ചു മാറ്റപ്പെടുന്നില്ല. എന്തെന്നാൽ അസൂയ പുരുഷനെ കോപാകുലനാക്കുന്നു. പ്രതികാരം ചെയ്യുമ്പോൾ അവൻ ദാക്ഷിണ്യം കാട്ടുകയില്ല. അവൻ നഷ്ടപരിഹാരമൊന്നും സ്വീകരിക്കുകയുമില്ല. എത്ര വലിയ പാരിതോഷികങ്ങളും അവനെ പ്രീണിപ്പിക്കുകയുമില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.